ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, ഒരുപാട് ദിവസമായി വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ 2-3 ദിവസമായിട്ട് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മഴ പെയ്താൽ എൻ്റെ വീടിന് അപ്പോൾ അതേ റിച്ചു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആൾ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ ആൾക്ക് ലീവായിരുന്നു, മഴയെ കാരണം ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ലീവ് തന്നെയാണ്. അപ്പോൾ 4 ദിവസമായി അവന് ലീവായിട്ട്. അങ്ങനെ സ്കൂൾ ലീവായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ആളിവിടെ എഴുന്നേറ്റിട്ടില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കർക്കിടകം 1 രാമായണ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ശീബോധിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ശീബോധിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ശീബോധിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന് ശേഷം പുറത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ആദ്യം ഞാൻ ശീബോധി വെച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ശിബോധി വെച്ചിട്ടുള്ളത്. ആദ്യം നിലവിളക്ക് കത്തിച്ച് വെക്കും, കിണ്ടി വെക്കും, എന്നിട്ടൊരു പലകയുടെ മേലെ ദശപുഷ്പങ്ങൾ വെക്കും, പിന്നെ ഒരു കണ്ണാടി, കോൾഗേറ്റ്, കൺമഷി, ഭസ്മം, പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കും. അപ്പോൾ ഇതെല്ലാം വെക്കുന്നതിന് മുന്നേ നമ്മുടെ പലകയിൽ 3 വരകൾ വരയ്ക്കും, ഭസ്മം കൊണ്ട് 3 വര വരയ്ക്കും. അതിനുശേഷമാണ് നമ്മൾ ദശപുഷ്പങ്ങളും ബാക്കി സാധനങ്ങളെല്ലാം പലകയുടെ മേലെ വെക്കുന്നത്. എൻ്റെ വീട്ടിൽ ഈ സാധനങ്ങളൊന്നും വെക്കാറില്ല, ദശപുഷ്പങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. 10 പുഷ്പങ്ങളും 3 വീതം വെച്ചിട്ട് 3 കോളങ്ങളിലാക്കിയിട്ടാണ് അവിടെ വെക്കാറുള്ളത്. ഓരോ നാട്ടിലും പല രീതിയിലായിരിക്കും ശിബോധി വെക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച ശിബോധി എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ്? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ എങ്ങനെയാണ് വെക്കാറുള്ളത്? നിങ്ങളുടെ വീട്ടിലും പല ഭാഗത്തും വ്യത്യസ്തമായിട്ടായിരിക്കും വെക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം. വെറും 3 ദിവസം കൊണ്ട് മഴ പെയ്തതിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇനിയിപ്പോൾ തുടർന്ന് ഇനിയും മഴ ഉണ്ടായിരിക്കും. അപ്പം ചുറ്റുഭാഗം എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കാണുമ്പോഴേക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. പുറത്തിപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ തൊടിയിലൊക്കെ ഇത് നിറയെ വെള്ളമാണ്. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, തിരുമ്പാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തിരുമ്പുന്നിടത്തൊക്കെ അലക്കുകല്ലിൻ്റെ അടുത്തൊക്കെ നമുക്ക് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മെറ്റൽ ഇട്ടുകൊടുത്തൊക്കെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അപ്പോൾ മുൻകൂട്ടി കണ്ടിട്ട് മെറ്റൽ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് അധികം വെള്ളം നിൽക്കുന്നില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് വെള്ളം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം തിണ്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു, അകത്തേക്ക് മാത്രമേ കയറാത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്ക് ഏരിയയിൽ ചെറുതായിട്ടൊരു കിച്ചണൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്കായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു, നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ വളരെ പാടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് കിച്ചണൊക്കെ പൊളിച്ച് പുതിയത് ഉണ്ടാക്കി, അറ്റാച്ച്ഡ് ആയിട്ടൊരു കിച്ചൺ ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്രാവശ്യം പ്രശ്നമൊന്നുമില്ല. ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫ്രണ്ടിൽ തോടും പിന്നെ അപ്പുറത്തായിട്ടൊരു പാടമുണ്ട്. പാടത്തൊക്കെ മഴ പെയ്തിട്ട് നല്ല വെള്ളമുണ്ട്, നിറയെ വെള്ളമാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലേസ് കാണാനായിട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇതേ നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്തിട്ട് തോട് ഇതാ നിറഞ്ഞ് വരാനായിട്ടുണ്ട്. തോട് നിറഞ്ഞ് റോഡിലേക്കൊക്കെ വെള്ളം വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് തോർന്നതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ തവണ മഴ പെയ്തിട്ട് പാലത്തിന് മേലെ വരെ വെള്ളമെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാലത്തിന് മേലെയായിട്ട് വെള്ളമെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പക്ഷേ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു, വീട്ടിലേക്ക് വെള്ളം കയറുമ്പോൾ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ട് വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഏട്ടൻ്റെ വീട് വരുന്നത്. ഫ്രണ്ടിലായിട്ട് തോടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പാടമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരുടെയൊക്കെ വീട്ടിലാണ് ഫ്രണ്ടിലായിട്ട് പാടമൊക്കെ ഉള്ളത്, തോടുള്ളത്, പുഴയുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ സ്ഥലം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ അവിടെ നിന്നാണ് നമ്മുടെ തോടിൻ്റെത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരംഭം എവിടെ നിന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവസാനിക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ടാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇല്ല വെള്ളച്ചാട്ടം കാണാനില്ല. അപ്പൊ തോടിൽ നിറച്ച് വെള്ളമായില്ലേ. നമ്മളിപ്പോൾ പുറത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും റിച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ എഴുന്നേൽപ്പിച്ചു, ബ്രഷൊക്കെ ചെയ്ത് കുളിപ്പിച്ചു, ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കടയിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കടയിലേക്കും പോവാം, ഈ തോടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി.
അപ്പോൾ അതങ്ങനെയാണ് തോടിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടേക്ക് കുറച്ചൊന്ന് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വേറൊരു വീടിൻ്റെ ഒരു പാലാണ്. അപ്പോൾ പാലം മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് താഴ്ചയുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ തട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതേ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ദേ അപ്പുറത്തൊക്കെ പാടാണ്, ഫുൾ പാടാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതവിടെ കുറച്ചും കൂടി താഴ്ചയാണ്, റോഡിലേക്ക് വെള്ളം എത്തുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ജലദോഷമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഒരു മൂക്കടഞ്ഞ ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ജലദോഷം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മിനി വാട്ടർഫോൾസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാവും എങ്ങനെയാന്ന്. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാറുണ്ട്, പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ട് കുറച്ചും കൂടി വെള്ളമായിട്ട് ആരും ഇറങ്ങിയിട്ടില്ല. രണ്ട് സൈഡിൽ റെയിലിങ്സ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് വെച്ചതാണ്. ഇപ്പം ഇങ്ങനെ എന്താ പറയുക, പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്, പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിലിങ്സ് രണ്ട് ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സേഫാണ് ഇവിടെ. അപ്പോൾ ഞാനിതേ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി താഴേക്ക് വന്നാലാണ് നമ്മൾ വാട്ടർഫോൾസിൻ്റെ ഒരു ഏരിയയിലെത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. അപ്പോൾ മഴ പെയ്തിട്ട് നന്നായിട്ട് തന്നെ വെള്ളച്ചാട്ടം വന്നിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഈ ഒരു ഭാഗത്തേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗത്തും കൂടി വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ തിരുമ്പുന്ന അലക്ക് കല്ലിൻ്റെ അടുത്തൊക്കെ വെള്ളമുണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴ പെയ്യുന്നതിനനുസരിച്ച് തന്നെ റിച്ചു കളിക്കുന്നുണ്ട്, കുറേ പാത്രങ്ങളൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് വെച്ച കബോർഡാണ് കേട്ടോ. കുറേ നാളായിട്ട് കബോർഡ് വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു നെറ്റായിരുന്നു, അപ്പോൾ നെറ്റ് ഊരിയതിന് ശേഷം കബോർഡ് അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ് സെറ്റ് ചെയ്യാനായിട്ട് വന്നത്. അതിൻ്റെ വർക്കൊക്കെ ഏറ്റെടുത്തത് ആ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ 4 കള്ളികളുള്ളൊരു കബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കബോർഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പാത്രങ്ങളെല്ലാം അതിൽ വെച്ചു. കുറേ ടിൻസ് ഉണ്ടായിരുന്നു, ടിന്നുകളൊക്കെ അതിൽ വെച്ചു. ആദ്യത്തെ 2 കോളത്തിൽ പഞ്ചസാര, ബേക്കറികൾ, പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്.
ചെറുപയർ പട്ടാണി അതുപോലത്തെ ഐറ്റംസ് ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ മസാലപ്പൊടികളായിരുന്നു. പിന്നെ നാലാമത്തെ കോളത്തിൽ ഇത് ഒറ്റ ഒരു കള്ളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും വെക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ടിന്നെടുത്ത് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കുന്നത്. ഒരുപാട് ദിവസമായി ഞാൻ വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ മഴക്കാലമൊക്കെ അല്ല, അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. മഴ പെയ്തപ്പോഴേക്കും ഇതേ തോടൊക്കെ കവിഞ്ഞൊഴുകി, വെള്ളച്ചാട്ടം അവിടെ കണ്ടല്ലോ. ഇങ്ങനെയാണ് മഴക്കാലം ആയാലും ഇവിടുത്തെ ഒരു അവസ്ഥ. വീടിന് ചുറ്റുമുള്ള പരിസരങ്ങളിലെല്ലാം മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞു പോയിരിക്കും. ചുറ്റും വെള്ളമായിരിക്കും, 4 ഭാഗത്തും വെള്ളമായിരിക്കും. ഇപ്രാവശ്യം ചുറ്റുമതിൽ കെട്ടിയോണ്ട് അധികം വെള്ളമായിട്ടില്ല. എങ്കിലും 3 ദിവസം കൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളം ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇനി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കൂടാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ തവണ വരെ ആ തിണ്ടിൻ്റെ അതുവരെ മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. പിന്നെ അതുപോലെ ഞാൻ നിൽക്കുന്ന ഈ ഒരു പാലമുണ്ടല്ലോ, പാലത്തിൻ്റെ മേലായിട്ട് വെള്ളം വരാറുണ്ട്. അപ്പോൾ മഴക്കാലമാണ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കണം. പല ഭാഗങ്ങളിലും പല വീടുകളിലായിട്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുവരെയായിട്ടും വെള്ളം കയറിയിട്ടില്ല, ഒരു തിണ്ട് വരെ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്തായിരിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.